വെൽക്കം ടു ഓൾ. നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നടന്ന എക്സാമുകളിലെ ഓരോ ഭാഗവും SCERT ബേസ്ഡ് ആയിട്ട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വന്നതെന്നും ഓരോന്നിനെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടാണോ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും പഴയ SCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, എപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളതിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ 7ാം പട്ടികയിൽ എന്താണ് പറയുന്നത്? 7ാം പട്ടികയിൽ പറയുന്നത് എന്താണ്? 7ാം പട്ടികയിൽ നമുക്കറിയാം ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 7ാം പട്ടികയിൽ എന്താണ്? ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ലിസ്റ്റുകൾ എന്ന് പറയുന്നത് എത്ര പട്ടികകളുണ്ട്? ടോട്ടൽ എത്ര പട്ടികകളുണ്ട്? 12 പട്ടികകളാണുള്ളത്. അതിൽ 7ാമത്തെ പട്ടികയിലാണ് പറയുന്നത് ലിസ്റ്റുകളെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ 1ാമത്തെ പട്ടികയിൽ യൂണിയൻ ഭൂപ്രദേശമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ 12 പട്ടികകളുണ്ട്. അതുപോലെ തന്നെ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? നിലവിൽ 395 വകുപ്പുകളാണുള്ളത്. അതുപോലെ തന്നെ 22 പാർട്ടുകളും അതുപോലെ തന്നെ 8 ഷെഡ്യൂൾസാണ് ഉള്ളത്. അപ്പോൾ അതിൽ 7ാമത്തെ പറയുന്നതാണ് ലിസ്റ്റുകൾ. ലിസ്റ്റിൽ പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായിട്ട് നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അധികാര വിഭജനമാണ്. ആർക്കൊക്കെയുണ്ട്? യൂണിയൻ ഉണ്ട് അല്ലേ. യൂണിയൻ ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. ഇവർ 3 ആൾക്കുണ്ട്. കേന്ദ്രത്തിനുണ്ട്, സംസ്ഥാനത്തിനുണ്ട്, രണ്ടും കൂടി കൈകാര്യം ചെയ്യുന്ന ലിസ്റ്റുകളുമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ലിസ്റ്റുകളെ കുറിച്ചിട്ട് ഏത് ഭാഗത്തു നിന്നാണ് SCERTയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അധികാര വിഭജനം 7ാം പട്ടികയിലാണെന്ന് പറഞ്ഞ ഹെഡിങ് തന്നെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് മനസ്സിലായല്ലോ അല്ലേ. അധികാര വിഭജനം 7ാം പട്ടികയിലാണ് ചോദിച്ചിരിക്കുന്നത്. അധികാര വിഭജനം ഏതാണ്? എത്രാമത്തെ പട്ടികയാണ്? 7ാം പട്ടികയാണ്. ഭാഗം 1 എന്താണ് പറയുന്നത്? ഭാഗം 1 യൂണിയനും ഭൂപ്രദേശവും അല്ലേ. യൂണിയനും ഭൂപ്രദേശമാണ് പറയുന്നത്. ഭാഗം 1 പറയുന്നത് യൂണിയനും ഭൂപ്രദേശവുമാണ്. അതിൽ 7ാം പട്ടികയിലാണ് അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ കേന്ദ്ര സർക്കാർ നൽകും, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് വിഭജിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നൽകുന്ന ഭരണഘടനയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ അധികാര വിഭജനം എന്ന് പറയുന്നത് 7ാമത്തെ പട്ടികയിലാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. ഈ SCERT ചാപ്റ്ററൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ ആദ്യം അത് പോയിട്ട് കാണാം കേട്ടോ. കാരണം നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും അതുപോലെ തന്നെ റിപ്പീറ്റായിട്ട് വരും എന്ന് പറയുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. നോക്കി നമ്മൾ പാർട്ട് 1 ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 10th പ്രിലിംസിൻ്റെ അല്ലേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാർട്ട് 1. അതിൽ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റായിട്ട് വരുമെന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. സ്റ്റേജ് 4 നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അധികാര വിഭജനം 7ാം പട്ടികയിലാണ് നൽകിയിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണത്. കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലേ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര വിഷയങ്ങളുണ്ടായിരുന്നു? 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ഏതൊക്കെയാണ് വിഷയങ്ങളാണ്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയൊക്കെ എന്താണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നവയാണ്. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. ക്ലിയർ ആണല്ലോ അല്ലേ. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വമൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നവയാണ്. നെക്സ്റ്റ് എന്താണ്? സംസ്ഥാന ലിസ്റ്റാണ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണത്. സംസ്ഥാന ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 66 വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്നവയാണ്.
അപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? എത്ര വിഷയങ്ങളുണ്ടായിരുന്നു? 66 വിഷയങ്ങളാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ, തുടക്കത്തിലുണ്ടായിരുന്നത്. ഉദാഹരണം കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം എന്നിവയൊക്കെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് വരുന്നവയാണ്. ഏതൊക്കെയാണ്? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. അപ്പോൾ സംസ്ഥാന ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വെച്ചതാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി മാത്രം അല്ലേ, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. എക്സാമ്പിളാണ് കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. ഇനി എന്താണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്? അപ്പോൾ യൂണിയൻ ലിസ്റ്റ് പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് ആണല്ലേ. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ സംസ്ഥാനത്തിനാണ്. അതുപോലെ തന്നെ സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സമവർത്തി എന്ന് വെച്ചാൽ സമമായിട്ട് ഭാഗിച്ചിട്ടുണ്ടായിരിക്കാം. കൺകറൻറ്റ് ആണല്ലേ, രണ്ടിലും ഉണ്ടായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. എക്സാമ്പിൾ വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവ. അപ്പോൾ സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ എന്നിവയൊക്കെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നവയാണ്. ഇനി അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ റെസ്യൂജറി പവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളാണ് യൂണിയനും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും ഒക്കെ അല്ലേ. അതിൽ ഉൾപ്പെടുത്താത്ത വിഷയങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇവരിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങൾ അല്ലെങ്കിൽ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നൊക്കെ വെച്ചാൽ എന്താണ്? ഈ 3ലും പെടാത്ത അധികാരങ്ങളായിരിക്കാം. ഇതെന്ന് പറയുന്നത് നിയമനിർമ്മാണം എന്ന് പറയുന്നത് ആർക്കായിരിക്കും അധികാരം കൂടുതലും? കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. അതിൻ്റെ ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ. IT ഒക്കെ വരുന്നത് ഏതിലാണ്? അവശേഷിക്കുന്ന അധികാരങ്ങളിലാണ് IT യും സൈബർ നിയമങ്ങളൊക്കെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? അധികാര വിഭജനം എന്ന് പറയുന്നത് 7ാം പട്ടികയിലാണ് വരുന്നത്. യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഉള്ള നിയമനിർമ്മാണ അധികാരമാണ്. തുടക്കത്തിൽ അത് 97 വിഷയങ്ങളുണ്ടായിരുന്നു. അതിന് എക്സാമ്പിളാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. ഇനി സംസ്ഥാന ലിസ്റ്റിൽ എന്തൊക്കെ പറഞ്ഞു? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണ എന്നിവയൊക്കെ അല്ലേ. കൃഷി, ജയിൽ, പോലീസ്, ക്രമസമാധാന പാലനം, തദ്ദേശ സ്വയംഭരണം എന്നിവയൊക്കെ ഏതിലാണ് വരുന്നത്? ഏതിലേക്കാണ് വരുന്നത്? സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. ഇനി സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന് എക്സാമ്പിൾ സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നവയാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവ. ഇനി അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ റെസ്യൂജിയൽ പവേഴ്സിൽ വരുന്നത് എന്താണ്? മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെയാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയിൽ നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. അതിന് എക്സാമ്പിളാണ് സൈബർ നിയമങ്ങളൊക്കെ വരുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയും, സംസ്ഥാന ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു? യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? പോലീസ് അതിൽ വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ് പോലീസ് വരുന്നത് അല്ലേ. ഇപ്പോൾ പോലീസ് വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിൽ കൃഷിയൊക്കെ ഏതിലാണ് വരുന്നത്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം എന്നിവയൊക്കെ യൂണിയൻ ലിസ്റ്റിൽ. സ്റ്റേറ്റ് ലിസ്റ്റിൽ കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ. അവശേഷിക്കുന്ന അധികാരങ്ങളിൽ സൈബർ നിയമങ്ങൾ, IT ഒക്കെയാണ് വരുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ അധികാരം വേർതിരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രസംഗം നൽകിയിട്ടുണ്ട് അല്ലേ. 3 അധികാരങ്ങൾ ഏതൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നൊക്കെ പറയുന്ന 3 വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്ന് പറയുന്ന ഒരു പ്രസംഗമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഭാഗം 1 പറയുന്നത് യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവുമാണ് ഭാഗം 1 വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്?
എന്താണ് പ്രസംഗത്തിൽ പറയുന്നത്? ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിലെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലുണ്ടാകുമെന്ന് ആര് പറയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡോക്ടർ BR അംബേദ്കർ പറയേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ നോക്കി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ആൻസർ നൽകിയിരിക്കുന്നത്? വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകളാണ് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നത്. അത് നമുക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എക്സാമിന് പോകുന്നതിന് മുമ്പാണ് ഈ ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ കണ്ടിട്ടുള്ളവർക്ക് ഇതിൽ നിന്നും 2 ക്വസ്റ്റ്യനാണ് കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തികൾ ഏതൊക്കെയാണ് വരുന്നത്? വ്യോമാതിർത്തി, ജലാതിർത്തി. വ്യോമാതിർത്തി വരുന്നുണ്ട്, ജലാതിർത്തി വരുന്നുണ്ട്. മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും. മറ്റൊരു രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ തന്നെ എന്തുണ്ടായിരിക്കും? എംബസികളും ഹൈക്കമ്മീഷനുകളും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം. എന്താ പറഞ്ഞത്? രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിന് അവകാശമുള്ള ഒരു സമുദ്രഭാഗം ഉണ്ടായിരിക്കാം. അതും ഇതിൽ വരുന്നതാണ്? സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതാണ്. സാമ്പത്തികം കിട്ടുന്നതാണ് അല്ലേ? ഇനി കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ എന്നിവയും എന്തിൽ വരുന്നവയാണ്? ഈ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നവയാണ്. എന്നാൽ ഇതിൽ കറക്റ്റ് എടുത്ത് പറയുന്നുണ്ടല്ലേ, ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി എന്ന് വെച്ചാൽ വ്യോമാതിർത്തി, ജലാതിർത്തി, അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈക്കമ്മീഷനുകളും എംബസികളും, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ ഉണ്ടായിരിക്കാം. അതായത് മത്സ്യബന്ധനം, അതുപോലെ തന്നെ ധാതു ഇന്ധനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സമുദ്രത്തിൻ്റെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം, അങ്ങനത്തെ ഭാഗങ്ങൾ. അതുപോലെ തന്നെ എന്താണ്? കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകളൊക്കെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവയാണ്. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികളോ ഹൈക്കമ്മീഷനുകളോ എന്തിൽ ഉൾപ്പെടുന്നില്ല? സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. ഇതാണ് സാമ്പത്തിക അതിർത്തിയെ കുറിച്ചിട്ട് 9ാം ക്ലാസ്സിൽ SCRT പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത്? ഇതിൽ നമുക്ക് നോക്കിയ ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളിലാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കണം. അപ്പോൾ ഇതിലേതൊക്കെയാണ് ആൻസർ വരുന്നത്? 2, 3 ആൻസർ വരുന്നത്. നോക്കിയേ. താൽക്കാലികവും സമയബന്ധിതവുമായിട്ട് പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ കുറിച്ച് പറയുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ കുറിച്ചിട്ട് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? അതിനു മുമ്പ് നോക്കി കുറച്ച് നിയമങ്ങളൊക്കെ നമുക്ക് അസംഘടിത തൊഴിൽ മേഖലയുണ്ട്, അതുപോലെ തന്നെ സംഘടിത തൊഴിൽ മേഖലയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്ടോ. അത് കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നോക്കി, സംഘടിത അസംഘടിത മേഖലകളുണ്ട്. സംഘടിത മേഖല എന്ന് വെച്ചാൽ എന്തായിരിക്കണം? തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക
ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന മേഖലയെയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. തൊഴിൽ മേഖലയിൽ സംഘടിത മേഖല, അസംഘടിത മേഖല എന്ന് 2 വിഭാഗങ്ങളാണുള്ളത്. കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളെയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോഓപ്പറേറ്റീവ് ആക്ട് തുടങ്ങിയവ ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് അവയുടെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയാണ്. അപ്പോൾ ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കുവാൻ സംഘടിത മേഖലയിലെ തൊഴിൽ യൂണിറ്റുകൾ ബാധ്യസ്ഥരാണ്. അസംഘടിത മേഖല എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും നിയമവ്യവസ്ഥയ്ക്ക് കീഴിലല്ലാത്തതോ സ്ഥിരമായ കണക്കുകളൊന്നും ഇല്ലാത്തതിലെ സൂക്ഷിക്കാത്ത സംരംഭങ്ങളെയും പ്രവർത്തനങ്ങളെയും ആക്കിയാണ് അസംഘടിത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ സംഘടിത മേഖല എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? കൃത്യമായിട്ടുള്ള കണക്കുകളും രേഖകളും ഒക്കെ ഉണ്ടായിരിക്കാം, അവർക്ക് കറക്റ്റായിട്ട് എല്ലാതും മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു മേഖലയാണ് സംഘടന. അല്ലെ, അവർക്ക് വേണ്ടി സുരക്ഷയൊക്കെ ഉറപ്പാക്കുന്ന മേഖലയാണ് എന്ത് പറയുന്നത്? അതായത് കുറേ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, സംഘടിത മേഖല എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖല, അതുപോലെ തന്നെ സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നുണ്ട്. താരതമ്യേന കൂടിയ ശമ്പളമാണ്, തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അസംഘടിത മേഖലയിലോ ഇതൊന്നുമില്ല, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിൽ മേഖലയായിരിക്കാം, സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നില്ല, അതുപോലെ തന്നെ താരതമ്യേന കുറഞ്ഞ ശമ്പളമായിരിക്കും, തൊഴിൽ സുരക്ഷിതമില്ലായ്മയൊക്കെയാണ് അസംഘടിത മേഖലയിൽ പറയുന്നത്. ഈ അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. സുരക്ഷ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പം സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, ദീർഘമായ തൊഴിൽ സമയം, കുറഞ്ഞ വേതനം തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇത്തരം തൊഴിലാളികളെ മികച്ച മാനവിഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. കൂടാതെ ദേശീയ വരുമാനത്തിലേക്കുള്ള ഇവരുടെ സംഭാവന താരതമ്യേന കുറയുന്നതിനും സാമൂഹിക സാമ്പത്തിക അസമത്വം രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധ തരം പിന്നോക്കാവസ്ഥ, അവസരങ്ങളുടെ അഭാവം തുടങ്ങിയ പലതരം പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നു. ഇത് വിവിധ തരത്തിലുള്ള അസമത്വത്തിലേക്ക് നയിക്കുന്നു. ഇവ ലഘൂകരിക്കുന്നതിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? അസംഘടിത മേഖലയിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ കറക്റ്റ് നിയമങ്ങളൊക്കെ അനുസരിച്ചായിരിക്കില്ല. അവരെന്താണ് പറയുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അവരൊക്കെ ഭയങ്കര പിന്നോക്കാവസ്ഥയിലുള്ളവരായിരിക്കാം, അവസരങ്ങളൊക്കെ കുറവായിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് എന്തിൽ പറയുന്നത്? അസംഘടിത മേഖലയിലെ വിഷമങ്ങൾ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അസംഘടിത മേഖലയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറേ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നാണ് പറയുന്നത്. അതിലാണ് എന്ത് വരുന്നത്? ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു നിയമം വരുന്നത് കേട്ടോ. അപ്പോൾ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008 വന്നിട്ടുണ്ട്. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008. അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നിയമം അധികാരം നൽകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008 പറയുന്നത് എന്താണ്? അവരുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യം, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, അതുപോലെ തന്നെ വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികാരം നൽകുന്നുണ്ട്. ഇനി എന്താണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020, ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 എന്ന് പറയുന്നത്? സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവരെല്ലാം ഈ നിയമത്തിൻ്റെ ആനുകൂല്യത്തിന് അർഹരാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവർ? അതുപോലെ തന്നെ വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളൊക്കെ ഈ സാമൂഹിക സുരക്ഷാ കോഡ് 2020 എന്ന് പറയുന്ന ആനുകൂല്യം അതിന് അർഹരാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട്? ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, ആ തൊഴിലാളികൾക്ക്, അതുപോലെ തന്നെ അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവയ്ക്ക് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നവയാണ്. ഇത്തരം നിയമങ്ങൾക്ക് പുറമെ തൊഴിലാളികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവർക്ക് വായ്പകൾ ലഭ്യമാക്കുക, തൊഴിൽ നിയമങ്ങൾ കൂടുതൽ അയവുള്ളതാക്കുക തുടങ്ങി മറ്റു നടപടിക്രമങ്ങളും അസംഘടിത മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്.
തൊഴിലാളികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവരുടെ വായ്പകൾ ലഭ്യമാക്കുക, തൊഴിൽ നിയമങ്ങൾ കൂടുതൽ അയവുള്ളവയാക്കുക എന്നിവയൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ അസംഘടിത മേഖലയിലെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വരുന്നതാണ്. അപ്പോൾ എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ അസംഘടിത മേഖലയിലെ ഈ നിയമം സാമൂഹിക സുരക്ഷാ കോഡ് 2020 വരുന്നവയാണ്. അപ്പോൾ എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് വെച്ചാൽ സാമൂഹിക സുരക്ഷാ കോഡ് 2020 നമ്മൾ പറഞ്ഞില്ലേ, സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളി എന്ന് പറയുന്നത് എങ്ങനെയാണ് നിർവഹിച്ചിരിക്കുന്നത്? പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്താണ്? പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുക. അതായത് ഒരു തൊഴിലുടമ ഉണ്ട്, ഒരു മുതലാളി ഉണ്ട്, അല്ലെങ്കിൽ ഒരു തൊഴിലാളി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് പുറത്ത് ബാക്കിയിലെ തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത്? അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടുവാൻ സാധിക്കും. അവർക്ക് എന്താണ്? ആവശ്യാനുസരണമാണ് കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. താൽക്കാലികമാണ്, അതുപോലെ തന്നെ എന്താണ്? സമയബന്ധിതവുമായിട്ട് പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. സമയത്തിനും സന്ദർഭത്തിനനുസരിച്ച് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നു. അപ്പോൾ എന്താണ്? ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാം, അതുപോലെ തന്നെ എന്താണ്? സമയത്തിനും സന്ദർഭത്തിനനുസരിച്ച് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന താല്പര്യമുള്ള മേഖലകൾ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കുവാൻ അവസരം ലഭിക്കുന്നു. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഗിഗ് പ്ലാറ്റ്ഫോമിൻ്റെ തൊഴിലാളികളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാം. അതുപോലെ തന്നെ താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ സമയത്തിനും സന്ദർഭത്തിനനുസരിച്ച് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നു. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കുവാനായിട്ട് അവസരം ലഭ്യമാക്കുന്നു. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളിൽ നിന്ന് സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമായി മാറിയിരിക്കുന്നു. ഫ്രീലാൻസുമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവരൊക്കെ എന്താണ്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളാണ്. അപ്പോൾ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്നവർ ഗിഗ് പ്ലാറ്റ്ഫോമിൽ വരുന്നവയാണ്. അതായത് ഫ്രീലാൻസുമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ എന്നിവയെല്ലാം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ഉദാഹരണങ്ങളാണ് അല്ലേ? മനസ്സിലായല്ലോ? അതാണ് ഗിഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 2020 ഏതാണ്? സാമൂഹിക സുരക്ഷാ കോഡ് 2020 വരുന്നതാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ കാർഷിക കാലമായിട്ടുള്ള 3 കാലങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ് എന്നൊക്കെ പറയുന്നത് 3 കാർഷിക കാലങ്ങളാണ്. ഇതിൽ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? നവംബർ മധ്യത്തിലാണ് വിളയിറക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ആൻസർ ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്കിവിടെ നോക്കിയേ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞത് ഏതൊക്കെയാണ് ശരിയായിരുന്നത് നോക്കിയേ. ഗിഗ് പ്ലാറ്റ്ഫോമിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത് താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? അവരെ ഔപചാരിക കരാറുകളിൽ ആവശ്യാനുസരണം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് അതിൽ എന്ത് ചെയ്യാം? ആ കരാറുകളിലൊക്കെ ആക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ഏർപ്പെടാനായിട്ട് അങ്ങനെ സാധിക്കുന്നില്ല. അവർക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല അല്ലേ? താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി എന്നുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കുന്ന തൊഴിലുകളാണ് ഇവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറയുന്നത്? ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിൽ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം എന്ന് പറയുന്നത് ഇതാണ്. 3 കാലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഖാരിഫും റാബി ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഓക്കെ. നെല്ല്, ഗോതമ്പ്, തണ്ണിമത്തൻ എന്ന് പറയുന്നതൊക്കെ ഏത് മാസത്തിലാണ് വിളവെടുക്കുന്നത്, വിത്ത് വിതയ്ക്കുന്നതെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പം ക്ലാസ് 7 CRTയിലെ 7ാം ക്ലാസ്സിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്ന 3 വിളകളാണ് ഉള്ളത്, കാർഷിക കാലങ്ങളാണ് ഉള്ളത്. തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയാണ് കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഊഷ്മാവും ജലവും കൂടുതലായിരിക്കും. ആ സമയത്ത് നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തുവര എന്നിവയ്ക്കൊക്കെ ഇത് കൂടുതലായിട്ട് വേണ്ട വരുന്ന കാലമാണ്. അത് കാരണം ഇതൊക്കെയാണ് ആ സമയത്ത് കൃഷി ചെയ്യേണ്ടത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായിട്ട് മാത്രം ആവശ്യമുള്ള, അതായത് ആ സമയത്ത് എന്താണ് പറയുന്നത്, ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ മിതമായിട്ട് ലഭിക്കാനല്ലേ ചൂടും തണുപ്പൊക്കെ. അപ്പോൾ അങ്ങനെ വേണ്ടി വരുന്ന വിളകളാണ് ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കൃഷിക്കാലമാണ്, റാബിയുടെ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെയാണ് റാബി കാലം അവസാനിക്കുന്നത്. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത് അല്ലേ. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് കൂടുതലും എന്താണ്, വേനൽക്കാല കാർഷിക വിളകളായിട്ടുള്ള തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ 3 കാർഷിക കാലങ്ങളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, പ്രകടമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ CRTയിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഷിക രാജ്യമാണ്. ജനസംഖ്യയിൽ 2/3 ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എല്ലാ വിളകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാലാവസ്ഥ സാഹചര്യങ്ങൾ ഒരുപോലെയല്ല. ഓരോ കാലത്തിനും ഏറെ അനുയോജ്യമായ കാർഷിക വിളകൾ നമുക്കുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 തരത്തിലുള്ള കാർഷിക കാലങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിയേ, കാർഷിക കാലങ്ങൾ 3 ഖാരിഫ്, റാബി, സെയ്ദ്. ഇതിൽ ഖാരിഫ് എന്ന് വെച്ചാൽ എന്താണ്, ഖാരിഫ് എന്ന് വെച്ചാൽ